അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഉസല്ലി വഉസല്ലിം അലൽ മബ്ഊസ് റഹ്മതൻ ലിൽ ആലമീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വസഹാബതിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം സൂറത്തു യൂസുഫിലെ 1 മുതൽ 86 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ദർസുകളിലായി നാം പഠിച്ചു മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാഹ്. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കൽ തൻ്റെ മക്കൾ വന്നുകൊണ്ട് ബിനിയാമീൻ പിടിക്കപ്പെട്ട വിവരവും മറ്റു വിഷയങ്ങളും പറഞ്ഞപ്പോൾ, എൻ്റെ സങ്കടങ്ങളും എൻ്റെ ആവലാതികളും ഞാൻ എൻ്റെ റബ്ബിൽ ബോധിപ്പിക്കുന്നു. നിങ്ങൾക്കറിയാത്ത പലതും എനിക്ക് അള്ളാഹുവിൽ നിന്നറിയാം എന്ന് അദ്ദേഹം പറയുന്ന ഭാഗമാണ് നാം മനസ്സിലാക്കിയത്. ഇൻഷാ അള്ളാഹ് തുടർന്നുള്ള ഭാഗങ്ങളിൽ എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا بني اذهبوا فتحسسوا من يوسف وأخيه ولا تيأسوا من روح الله إنه لا ييأس من روح الله إلا القوم الكافرون. فلما دخلوا عليه قالوا يا أيها العزيز مسنا وأهلنا الضر وجئنا ببضاعة مزجاة فأوف لنا الكيل وتصدق علينا إن الله يجزي المتصدقين. قال هل علمتم ما فعلتم بيوسف وأخيه إذ أنتم جاهلون؟ قالوا أئنك لأنت يوسف؟ قال أنا يوسف وهذا أخي قد من الله علينا إنه من يتق ويصبر فإن الله لا يضيع أجر المحسنين. قالوا تالله لقد آثرك الله علينا وإن كنا لخاطئين. قال لا تثريب عليكم اليوم يغفر الله لكم
വഹുവ അർഹമുർ റാഹിമീൻ. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മക്കളോട് പറഞ്ഞു, യാ ബനിയ, എൻ്റെ മക്കളെ, ഇദ്ഹബൂ, നിങ്ങൾ പോവുക, വീണ്ടും മിസ്റിലേക്ക് പോവുക. ദഹബ യദ്ഹബു ദഹാബൻ, പോവുക. ഇദ്ഹബൂ, നിങ്ങൾ പോവുക. ഫതഹസ്സസൂ മിൻ യൂസുഫ്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് നിങ്ങൾ അന്വേഷിക്കുക. വ അഖീ, അവൻ്റെ സഹോദരനെയും അഥവാ ബിനിയാമീനിനെയും. തഹസ്സസ എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക. പലപ്പോഴും ഈ വേർഡ് ഉപയോഗിക്കുന്നത് നല്ലതായ കാര്യത്തിലുള്ള അന്വേഷണത്തിനാണ്. എന്നാൽ ഒരാളുടെ അയ്ബ് കണ്ടെത്താൻ വേണ്ടിയുള്ള അന്വേഷണത്തിനാണെങ്കിൽ തജസ്സസ എന്ന് പറയും. വലാ തജസ്സസൂ. എന്നാൽ നല്ല കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് അധികവും ഉപയോഗിക്കുന്ന വേർഡാണ് തഹസ്സുസ്. തഹസ്സസ യതഹസ്സസു തഹസ്സുസൻ. ഫതഹസ്സസൂ മിൻ യൂസുഫ വ അഖീഹി, നിങ്ങൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെയും അവൻ്റെ സഹോദരനെയും കുറിച്ച് നിങ്ങൾ ഒന്നുകൂടി അന്വേഷിക്കൂ. വലാ തൈഅസൂ മിർ റൗഹില്ലാഹ്, വലാ തൈഅസൂ, നിങ്ങൾ നിരാശപ്പെടരുത്. യഇസ എന്ന് പറഞ്ഞാൽ നിരാശപ്പെടുക. യഇസ നിരാശപ്പെടുക. യഅസു യഅസൻ വയആസതൻ, നിരാശ. വലാ തൈഅസൂ മിർ റൗഹില്ലാഹ്, റൗഹ് എന്ന് പറഞ്ഞാൽ ആശ്വാസം, സമാധാനം, സൊല്യൂഷൻ. അതിനാണ് റൗഹ് എന്ന് പറയുന്നത്. വലാ തൈഅസൂ മിർ റൗഹില്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസത്തെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്. ഇന്നഹു, കാരണം നിശ്ചയമായും, ലാ യൈഅസു മിർ റൗഹില്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസത്തെ സംബന്ധിച്ച് നിരാശപ്പെടുന്നത് ആരല്ലാതെയല്ല, ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, കാഫിറുകളല്ലാതെ, സത്യനിഷേധികളല്ലാതെ അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസത്തെക്കുറിച്ച് നിരാശപ്പെടുകയില്ല. സൂറത്ത് യൂസുഫിലെ 87-ാമത്തെ ആയത്ത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരായത്തില്ല എന്ന് മനസ്സിലാക്കണം. ഒട്ടനവധി പരീക്ഷണങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ, രോഗങ്ങൾ, ഒരുപാട് ആശയറ്റുപോകുന്ന കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് വിഷയങ്ങളിലൂടെയാണ് മനുഷ്യ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടങ്ങളിലൊക്കെ ആശ്വാസം നൽകുന്ന ഒരു വാക്കാണ് മഹാനായ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ലോകത്തിന് വിട്ടേച്ചു പോയത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് അത്രക്കും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ മനുഷ്യ സമൂഹത്തിന് ഖിയാമത്ത് നാൾ വരെ പാരായണം ചെയ്യാവുന്ന ഗ്രന്ഥത്തിൽ അള്ളാഹു ഇത് ഉൾപ്പെടുത്തിയത്. ഇവിടെ നിങ്ങൾ നോക്കൂ, വർഷങ്ങളായി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നഷ്ടപ്പെട്ടിട്ട്, വർഷങ്ങളായി. അതിൻ്റെ പേരിൽ കരഞ്ഞ് കരഞ്ഞ് കണ്ണുകളുടെ കാഴ്ച വരെ നഷ്ടപ്പെട്ട അവസ്ഥയാണ്. കണ്ണുകളിലൊക്കെ വെള്ള നിറമായിപ്പോയി. അതിനു പുറമെ ബിനിയാമീനിനെ കൂടി നഷ്ടപ്പെടുകയാണ്. നിരാശയുടെ മേൽ നിരാശ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സങ്കടങ്ങളുടെ മേൽ സങ്കടമെന്ന് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പറയാവുന്ന മുഹൂർത്തങ്ങളാണ് ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ളത്. എന്നിട്ടും ആ മക്കളെ അദ്ദേഹം വിളിക്കുന്നത്, കാരണം നിങ്ങളുടെ മനസ്സിൽ എന്തോ എന്ന് തോന്നിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഓരോ തവണ പോകുമ്പോഴും എനിക്കൊരു മകൻ നഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ടും ഒരല്പം പോലും അവരോട് ഒരു പരിധിക്കപ്പുറത്തേക്കുള്ള വാക്കുകളൊന്നും പറയാതെ വീണ്ടും വിളിക്കുന്നത് യാ ബനിയ. അത് അറബി ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്, അഥവാ പൊന്നുമക്കളെ എന്നൊരർത്ഥമാണ് അതിലുള്ളത്. യാ ബനിയ, എൻ്റെ പൊന്നുമക്കളെ. അങ്ങനെയാണ് വീണ്ടും വിളിക്കുന്നത്, യാ ബനിയ, എൻ്റെ പൊന്നുമക്കളെ. ഇദ്ഹബൂ, നിങ്ങൾ പോകൂ, നിങ്ങൾ അന്വേഷിക്കൂ. ഫതഹസ്സസൂ മിൻ യൂസുഫ വ അഖീ, നിരാശ വേണ്ട, നിങ്ങൾ വീണ്ടും വീണ്ടും അന്വേഷിക്കൂ. വിജയം കണ്ടെത്തുന്നതുവരെ അന്വേഷിക്കുക, പ്രവർത്തിക്കുക. അവിടെ അള്ളാഹുവിൽ തവക്കുലാക്കി ദുആ ചെയ്തുകൊണ്ട് വീട്ടിലിരിക്കുക എന്നല്ല പറഞ്ഞത്, നിങ്ങൾ അന്വേഷിക്കൂ. മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് അവർ ചെയ്യണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾ പോവുക, നിങ്ങൾ അന്വേഷിക്കുക, വീണ്ടും വീണ്ടും അന്വേഷിക്കുക. മിൻ യൂസുഫ വ അഖീ,
യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെയും അവൻ്റെ സഹോദരനെയും കുറിച്ച് നിങ്ങൾ വീണ്ടും അന്വേഷിക്കുക, നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് ചെയ്യുക. എന്നിട്ട് പറയുന്ന വേർഡ് അതാണ് നമുക്കെല്ലാവർക്കും ആവശ്യമായിട്ടുള്ളത്. വലാ തൈഅസൂ മിർ റൗഹില്ലാ. അള്ളാഹുവിൽ നിന്നുള്ള ഒരു ആശ്വാസത്തെ സംബന്ധിച്ച് ഒരിക്കലും നിങ്ങൾക്ക് നിരാശ ഉണ്ടാവാൻ പാടില്ല. എല്ലാം കഴിഞ്ഞു, ഇനി ഒന്നുമില്ല, ഇനി എനിക്ക് വിജയിക്കാൻ കഴിയില്ല എന്ന ഒരു ചിന്ത മുസ്ലിമിന് പാടില്ല എന്നർത്ഥം. ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്കുള്ള ആശ്വാസം നിങ്ങൾക്കുണ്ട്, പക്ഷേ അത് നിങ്ങൾ കണ്ടെത്തണം. അവിടെ ആ ഒരു പോയിന്റും കൂടിയുണ്ട്. അഥവാ ഇദ്ഹബൂ ഫതഹസ്സസു, അള്ളാഹുവിൽ നിന്നുള്ള റൗഹ എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. നിങ്ങൾ അധ്വാനിക്കൂ, നിങ്ങൾ പ്രവർത്തിക്കൂ, നിങ്ങൾ പ്രാർത്ഥിക്കൂ. വലാ തൈഅസൂ മിർ റൗഹില്ലാ. അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസത്തെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്. ഇന്നഹു ലാ യൈഅസു മിർ റൗഹില്ലാ. ഇനി അടുത്ത വേർഡ് അതിനേക്കാൾ ശക്തമാണ്. ഇന്നഹു ലാ യൈഅസു മിർ റൗഹില്ലാ. അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസത്തെ സംബന്ധിച്ച് നിരാശപ്പെടുകയില്ല ആരല്ലാതെ? ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. അത് കാഫിറുകളുടെ സിഫത്താണ്. സുബ്ഹാനല്ലാഹ്. എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിന് യോജിക്കാത്തതാണ് എന്നർത്ഥം. ഒരു മുഅ്മിനിന് യോജിക്കാത്ത ഏർപ്പാടാണ് നിരാശ. ആത്യന്തികമായ നിരാശ ഉണ്ടാവാൻ പാടില്ല. അത് കാഫിറുകളുടെ സിഫത്താണെന്നാണ്. ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. ചെറിയ വേർഡല്ല അത്. വാലിമെന്നോ ഫാസിഖെന്നോ അല്ല പറഞ്ഞത്. കാഫിറുകൾ, മുസ്ലിമീങ്ങളല്ലാത്തവർ, ബഹുദൈവാരാധകർ, അവരുടെ സിഫത്താണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശപ്പെടുക. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ അവസാനം വരെ അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്തിനെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ മാത്രമാണ്. പരീക്ഷണങ്ങൾ എമ്പാടുമുണ്ടാകാം, കഷ്ടപ്പാടുകൾ എമ്പാടുമുണ്ടാകാം. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വബശ്ശിരി സ്വാബിരീൻ, ക്ഷമാലുക്കൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്നാണ്. എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങൾ അനുഭവിക്കുകയും അതിൽ ക്ഷമ അവലംബിക്കുകയും ചെയ്യുന്നവർക്ക് സന്തോഷവാർത്താണ്. എന്തുകൊണ്ടുള്ള സന്തോഷവാർത്ത എന്ന് അള്ളാഹു വ്യക്തമാക്കിയിട്ടില്ല. അതുകൊണ്ട് മുഫസ്സിറുകൾ പറയുന്നത് ആ സന്തോഷം ആമാണ്. എന്തൊക്കെ സന്തോഷമാണ് എന്നുള്ളത് മരണശേഷമേ അവരറിയാൻ പോകുന്നുള്ളൂ. ഒന്നുകിൽ ദുനിയാവിൽ തന്നെ, അതിൻ്റെ ഇരട്ടി ഖബറിൽ, അതിനേക്കാൾ ഇരട്ടി മഹ്ശറിൽ, അതിനേക്കാൾ ഇരട്ടിയായി സ്വർഗലോകത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നിങ്ങൾ ക്ഷമിച്ചതിൻ്റെ പേരിൽ സ്വർഗലോകത്ത് പ്രവേശിക്കുമെന്നാണ്. ക്ഷമ എന്ന് പറഞ്ഞാൽ സ്വർഗം കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി ക്ഷമയാണ്. എന്തിനാണ് അള്ളാഹു പരീക്ഷണങ്ങൾ നിശ്ചയിച്ചത്? സബ്ർ എന്ന ഇബാദത്ത് ഉണ്ടാവാൻ വേണ്ടിയാണ്. ഈ പോയിൻ്റ് പഠിച്ചു നോക്കൂ, ഈ പോയിൻ്റ് പഠിച്ചു നോക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ മനുഷ്യർക്ക് നൽകുന്നത് സബ്ർ എന്നുള്ളത് ഒരു ഇബാദത്താണ്. ബൽ മിൻ അഫ്ളലിൽ ഇബാദ. പണ്ഡിതന്മാർ പറയുന്നത് ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സബ്റാണ് എന്നാണ്, ക്ഷമയാണ്. അതൊരു ഇബാദത്താണ്. ഈ ഇബാദത്ത് നമ്മളിൽ നിന്ന് ഉണ്ടാവണമെങ്കിൽ എന്തു വേണം? നമ്മളെ അള്ളാഹു പരീക്ഷിക്കും. എന്തിനാണ്? ക്ഷമിക്കുന്നോ എന്ന് നോക്കാനാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് വബശ്ശിരി സ്വാബിരീൻ, ക്ഷമാലുക്കൾക്ക് സന്തോഷ വാർത്ത. അവർക്കാണ് സന്തോഷിക്കാൻ വകുപ്പുള്ളത്. അതുകൊണ്ട് പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കും. ചില ആളുകൾ പറയാണെന്ത്, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ്, ഞാൻ നിരാശയിലാണ്, ഇനി ജീവിച്ചിട്ട് കാര്യമല്ല. അപ്പോൾ ആ സുഹൃത്തിൻ്റെ വിചാരം ബാക്കി എല്ലാവരും വളരെ സുഖത്തിലാണ്, ഞാൻ മാത്രമാണ് നിരാശയിൽ, എനിക്ക് മാത്രമാണ് പരീക്ഷണം, അതുകൊണ്ട് അവരൊക്കെ ജീവിച്ചോട്ടെ, കാരണം അവർക്കൊരു പരീക്ഷണവും ഇല്ല. പക്ഷെ ഞാൻ ജീവിക്കൂല, കാരണം എന്താണ്? എനിക്ക് മാത്രം പരീക്ഷണം ഉണ്ട്, അതുകൊണ്ട് ഞാൻ മരിക്കാൻ പോവാണ്. ഇതല്ലേ ആത്മഹത്യ ചെയ്യുന്നവൻ്റെ മനസ്സിലുള്ളത്. എന്നാൽ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് പരീക്ഷണമാണ്. അവരൊക്കെ ജീവിക്കുന്നില്ലേ? അതേപോലെ ജീവിക്കൂ, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കൂ. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയോട് വാർദ്ധക്യത്തിൽ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഭാര്യയും അങ്ങേയറ്റം വാർദ്ധക്യാവസ്ഥയിലാണ്, സാറ റളിയല്ലാഹു അൻഹ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഒരു കുട്ടി ഉണ്ടാവാൻ പോവാണ്. അദ്ദേഹം ചോദിച്ചു, ഈ പ്രായത്തിലോ? അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശപ്പെടുകയാണോ? മലക്കുകൾ ചോദിച്ചു. അപ്പോൾ എന്താണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മറുപടി? ഖാല വമൻ യഖ്നതു മിർ റഹ്മത്തി റബ്ബിഹി ഇല്ലല്ലാഹുൻ. അള്ളാഹുവിൻ്റെ റഹ്മത്തിനെക്കുറിച്ച് നിരാശപ്പെടുന്നത് വഴിപിഴച്ചവരല്ലാതെ വേറെ ആരാണെന്ന്. വഴിപിഴവാണ് എന്നർത്ഥം. ലലാലത്തിൻ്റെ അടയാളം അക്ഷമയാണ്, ലലാലത്തിൻ്റെ അടയാളം നിരാശയാണ്.
അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ആളുകൾക്ക് ആശയറ്റുപോകുന്ന ഒരു അവസ്ഥയേയില്ല. അത് കുഫാറുകളുടെ സിഫത്താണ്, അത് വഴി പിഴച്ചു പോയ ആളുകളുടെ സിഫത്താണ്. ഒരു മുസ്ലിമിന് അത് ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ ഈമാനിനെയും തൗഹീദിനെയും ശരിക്കും ഉൾക്കൊള്ളൂ. ജീവിതത്തിലെ ടെൻഷനുകളെല്ലാം മാറിപ്പോകും. ജീവിതത്തിലെ മുഴുവൻ ടെൻഷനുകളും മാറിപ്പോകും. പരീക്ഷണങ്ങൾ ആർക്കാണില്ലാത്തത്? മഹാനായ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം വർഷങ്ങളോളം രോഗിയായി കിടന്നു. പരീക്ഷണമാണ്, ഒരു നബിയാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചില്ലേ? മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തീയിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ടുണ്ട്. അഗ്നി പരീക്ഷണം എന്നൊക്കെ പറയില്ലേ, അക്ഷരാർത്ഥത്തിൽ അതായിരുന്നു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം എന്തൊക്കെ ഫതന്നാക ഫുതൂന, ഒട്ടനവധി പരീക്ഷണങ്ങളിലൂടെയാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ടുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെല്ലാം പരീക്ഷണങ്ങൾ. ജനിച്ച നാട്, ഏറ്റവും പ്രിയപ്പെട്ട നാട് വിട്ടു പോവേണ്ടി വന്നു. എത്ര കൊലപാതക ശ്രമങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനെതിരെ നടന്നിട്ടുണ്ട്, മക്കയിലും മദീനയിൽ യഹൂദന്മാരുടെ വകയായിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്ന സന്ദർഭത്തിൽ പോലും അതുവരെ അള്ളാഹു ബ്ലോക്ക് ചെയ്ത് വെച്ച ഒരു വേദന അള്ളാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ട്. ഷഹീദിൻ്റെ കൂലി കിട്ടാൻ വേണ്ടി നബിയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതാണ്. ആടിൻ്റെ മാംസത്തിൽ വിഷം കലർത്തി നൽകി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു ഉദ്ദേശിച്ചൊരു കാലം വരെ അള്ളാഹു അതിൻ്റെ ഇഫക്റ്റിനെ തടഞ്ഞു വെച്ചു. എന്നാൽ അള്ളാഹു നിശ്ചയിച്ച സമയം വന്നപ്പോൾ ഷഹീദിൻ്റെ കൂലി കൂടി കൊടുക്കാൻ വേണ്ടി അതിൻ്റെ വേദനയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് നൽകി. അപ്പോൾ ഉന്നതരായ പ്രവാചകന്മാർ, സാലിഹീങ്ങൾ, സുദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ എല്ലാവർക്കും കടുത്ത പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ പരീക്ഷണങ്ങൾ അവരുടെ ഈമാനിനെ, അവരുടെ പ്രതീക്ഷയെ വർദ്ധിപ്പിക്കുകയേ ചെയ്തിട്ടുള്ളൂ. ഒട്ടും തളർത്തിയില്ല അവരെ. മഹാനായ യഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഈ ഒരു വാക്കുകളിലും അദ്ദേഹത്തിൻ്റെ നിലപാടിലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലുമൊക്കെ ഇതേ ആദർശം നമുക്ക് കാണാൻ കഴിയും. ഈ ആദർശമാണ് നമ്മെ പിടിച്ചു നിർത്തേണ്ടത്. എന്തൊക്കെ പരീക്ഷണങ്ങൾ വന്നാലും വലാ തൈഅസൂ മിർ റൗഹില്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള ഒരു ആശ്വാസത്തെക്കുറിച്ച് നിരാശപ്പെടേണ്ട. നിങ്ങൾ ബിസിനസ് പൊളിഞ്ഞു പോയിട്ടുണ്ടോ? നിരാശ വേണ്ട. കുടുംബബന്ധം ആകെ തകരാറിലാണോ? നിരാശ വേണ്ട. നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളും പീഡനങ്ങളും ഭയപ്പാടുകളും ഭീഷണികളുമുണ്ടോ? നിരാശ വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നൊരാശ്വാസം വരാനിരിക്കുന്നു. നിരാശപ്പെട്ടാൽ അത് സത്യനിഷേധികളുടെ സ്വഭാവമാണ്. ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. ഇത് ഒരു വലിയ ആദർശമായി ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടതാണ്. അങ്ങനെ പിതാവ് പറഞ്ഞതനുസരിച്ച് അവർ വീണ്ടും മിസ്റിലേക്ക് പോയി. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് പ്രവേശിച്ചു. ഫലമ്മ ദഖലു അലൈഹി, അങ്ങനെ അവർ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് പ്രവേശിച്ചു. ഖാലു, അവർ പറഞ്ഞു, യാ അയ്യുഹൽ അസീസ്, ഓ പ്രഭോ. അൽ അസീസ് എന്ന് പറഞ്ഞാൽ പ്രഭോ, അതല്ലെങ്കിൽ വലിയ സ്ഥാനം വഹിക്കുന്ന ആളുകൾക്ക് അൽ അസീസ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. യാ അയ്യുഹൽ അസീസ്, മസ്സന, ഞങ്ങളെ ബാധിച്ചിരിക്കുന്നു. മസ്സ യമസ്സു മസ്സൻ, ബാധിക്കുക. മസ്സന, ഞങ്ങളെയും, വ അഹ്ലന, ഞങ്ങളുടെ കുടുംബത്തെയും. ഞങ്ങൾക്ക് ഭാര്യമാരുണ്ട്, ഞങ്ങൾക്ക് മക്കളുണ്ട്, ഞങ്ങളുടെ പിതാക്കൾ, എല്ലാവർക്കും. വ അഹ്ലന ദുർറു, ഞങ്ങളെ ഉപദ്രവം ബാധിച്ചിരിക്കുന്നു. ഒരുപാട് പരീക്ഷണങ്ങളാണ്, പട്ടിണിയുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. ഈ സംഭവങ്ങളും അവരുടെ മനസ്സിലുണ്ട്. വജിന, ഞങ്ങൾ വന്നിരിക്കുന്നു. ജാഅ യജീഉ ഈജാഅൻ, വജിന, ഞങ്ങൾ വന്നിരിക്കുന്നു. ബിബിളാഅത്തിൻ, ഞങ്ങളുടെ അടുക്കൽ കുറച്ച് ബിളാഅത്തുണ്ട്, അഥവാ കുറച്ച് ചരക്കുകളുണ്ട്, കുറച്ച് വസ്തുക്കളുണ്ട്, പകരം ധാന്യം വാങ്ങാൻ വേണ്ടി. പക്ഷേ ഞങ്ങൾ കൊണ്ടുവന്നത് അവർ തന്നെ സമ്മതിച്ചു. മുസ്ജാത്തിൻ, മുസ്ജാത്ത് എന്ന് പറഞ്ഞാൽ ഖലീല, വളരെ കുറഞ്ഞ വിഭവങ്ങളെ ഉള്ളൂ. കാരണം ഉള്ളതെല്ലാം നേരത്തെ തന്നു ധാന്യം വാങ്ങി. പട്ടിണിയാണ്, വരൾച്ചയാണ്, ഇനി വളരെ കുറഞ്ഞ സംഭവങ്ങളെ ഞങ്ങളുടെ കയ്യിലുള്ളൂ. അതേപോലെ തന്നെ മുസ്ജാത്തിൻ്റെ മറ്റൊരു മഅനയാണ് ബി അസ്മാനിൻ റദീഅത്തിൻ കാസിദ, വളരെ ചെറിയ വില മാത്രം കിട്ടുന്ന സംഭവങ്ങളാണ്. കുറച്ച് ഉണക്കപ്പുല്ലുകൾ, കുറച്ച് കയറുകൾ, ഇതൊക്കെയായിരുന്നു കൊണ്ടുവന്നതെന്ന്. ചില തഫ്സീറിൽ കാണാം ഉണക്കപ്പുല്ലുകൾ, കയറുകൾ, ചെറിയ കുറച്ച് പാത്രങ്ങൾ. ഇങ്ങനെ അവരുടെ കയ്യിലുള്ള നല്ലതൊക്കെ കഴിഞ്ഞു. ഒരു തവണ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അത് തിരിച്ചു വിട്ടതാണ്. രണ്ടാമതും പോയിരുന്നു അവർ. അതിനുശേഷം അതും കഴിഞ്ഞു. ഇനി ഉള്ളത് വളരെ കുറച്ചാണ്. അതുകൊണ്ട് വജിഅ്നാ ബിബിളാഅത്തിൻ മുസ്ജാത്തിൻ, വളരെ കുറഞ്ഞതും വില കുറഞ്ഞതും. ഒന്ന് വില കുറഞ്ഞത്, രണ്ട് എണ്ണത്തിലും കുറവാണ്. പക്ഷേ ഫഔഫി ലനൽ കൈല,
അതേ സമയത്ത് ഞങ്ങൾക്ക് അളവ് തികച്ച് തരണം. ഔഫ യൂഫി ഇഫാൻ ഫഔഫി ലനൽ കൈല, ഞങ്ങൾക്ക് അളവ് തികച്ച് തരണം. വതസദ്ദഖ അലൈന, ഞങ്ങളോട് ഫള് കാണിക്കണം, അനുഗ്രഹം കാണിക്കണം. തസദ്ദഖ യതസദ്ദഖു എന്ന് പറഞ്ഞാൽ സദഖ, ഞങ്ങളോട് സദഖ, ഞങ്ങൾക്ക് സദഖ നൽകണം, അതല്ലെങ്കിൽ ഞങ്ങളോട് ഫള് കാണിക്കണം. അതാണ് വതസദ്ദഖ് അലൈന, ഞങ്ങളോട് ഫള് കാണിക്കണം. ഇന്നല്ലാഹ യജ്സിൽ മുതസദ്ദിഖീൻ, ഫള് കാണിക്കുന്ന ആളുകൾക്ക് അല്ലാഹു വമ്പിച്ച പ്രതിഫലം തരും. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല യജ്സി ജസാ യജ്സി ജസാഅൻ യജ്സിൽ മുതസദ്ദിഖീൻ, സദഖ ചെയ്യുന്ന ഫള് കാണിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തക്കതായ പ്രതിഫലം തരും. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ അളവ് പൂർണ്ണമായും നൽകണം. ഒരാൾക്ക് ഒരൊട്ടകപ്പുറത്ത് എന്നുള്ള കണക്കനുസരിച്ച് തന്നെ തരണം. പക്ഷേ ഞങ്ങൾ കൊണ്ടുവന്നത് ബിബിളാഅത്തിൻ മുസ്ജാത്തിൻ, കലീലത്താണ്, വളരെ കുറച്ചേ ഉള്ളൂ, വളരെ കുറഞ്ഞ വിലയുള്ളതാണ്. പക്ഷേ ഞങ്ങൾക്ക് തികച്ചു തരണം. കാരണം മസ്സന വ അഹ്ലന ദുർറു, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും പട്ടിണി ബാധിച്ചിരിക്കുന്നു, ഒരുപാട് പ്രയാസങ്ങളുണ്ട് എന്ന് പറയുകയുണ്ടായി. വതസദ്ദഖ അലൈന ഇന്നല്ലാഹ യജ്സിൽ മുതസദ്ദിഖീൻ, അല്ലാഹു മുതസദ്ദിഖീങ്ങൾക്ക്, ഫള് കാണിക്കുന്ന ആളുകൾക്ക് പ്രതിഫലം നൽകുന്നതാണ്. ഇവിടെ ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നമ്മുടെ ശ്രദ്ധയിൽ വേണം. നമുക്കറിയാം അമ്പിയാക്കൾക്ക് സദഖ പാടില്ലാത്തതാണ്, അമ്പിയാക്കൾക്ക് സദഖ പാടില്ലാത്തതാണ്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്ന കഥ പറയുന്നിടത്ത് വേദത്തിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് അമ്പിയാക്കൾ സദഖ സ്വീകരിക്കൂല. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരിയായ നബിയാണോ എന്ന് ടെസ്റ്റ് ചെയ്തത്, അദ്ദേഹം കുറച്ച് സംഭവങ്ങൾ കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഇത് സദഖയാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എനിക്ക് വാങ്ങാൻ പാടില്ല, ഞങ്ങൾ അമ്പിയാക്കൾക്ക് സദഖ വാങ്ങാൻ പാടില്ല. അപ്പോൾ ഞങ്ങൾക്ക് സദഖ തരണം എന്ന് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം നബിയാണ്, ആ നബി കുടുംബത്തിലേക്കുള്ള സദഖയാണോ ഈ ചോദിച്ചത്? അവിടെ ഉലമാക്കൾ പറഞ്ഞു ഇവിടെ സദഖ എന്നുള്ള അർത്ഥത്തിലല്ല. കാരണം സദഖയാണെങ്കിൽ ഒന്നും അങ്ങോട്ട് കൊടുക്കാതെ നൽകുന്നതിനാണ് സദഖ. ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, സദഖ ചെയ്യണമെന്ന് പറയുന്നതാണ് സദഖ. ഇതങ്ങനെയല്ല, അവർ വിഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് കൂടുതൽ ഔദാര്യം എന്നാണ്. സദഖയല്ല ഉദ്ദേശം. ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ബിളാഅത്തുണ്ട്, പക്ഷേ അത് മുസ്ജാത്താണ് എന്ന് മാത്രം. അതുകൊണ്ട് ഞങ്ങളോട് ഔദാര്യം കാണിക്കണം എന്ന അർത്ഥത്തിലാണ്, അലിവ് കാണിക്കണം എന്ന അർത്ഥത്തിലാണ്, അതല്ലാതെ പൂർണ്ണമായും സദഖ എന്ന അർത്ഥത്തിലല്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണുന്നു. അതാണ് വതസദ്ദഖ അലൈന എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇന്നല്ലാഹ യജ്സിൽ മുതസദ്ദിഖീൻ. ഇത്രയും കാര്യങ്ങൾ അവർ പറഞ്ഞപ്പോൾ വർഷങ്ങളോളമായി, മാത്രമല്ല 2 വർഷത്തിലധികമായി സഹോദരങ്ങൾ തന്നെ തൻ്റെ അടുക്കൽ വന്നു പോകുന്നു. അപ്പോഴൊന്നും വെളിവാക്കാതിരുന്ന ആ വലിയ സത്യം മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വഹീൻ്റെ അടിസ്ഥാനത്തിൽ, മുഫസ്സിരിങ്ങൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം തീരുമാനപ്രകാരമല്ല, അമ്പിയാക്കളുടെ ഏതൊരു കാര്യവും വഹീൻ്റെ അടിസ്ഥാനത്തിലാണ്. അള്ളാഹു അനുമതി കൊടുത്തത് പ്രകാരം ഈ സമയത്തിന് ആ വലിയ സത്യം വെളിപ്പെടുത്താം എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തീരുമാനിച്ചു. ഖാല, അദ്ദേഹം പറഞ്ഞു, ഹൽ അലിംതും, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, മാ ഫഅൽതും ബി യൂസുഫ വ അഖീഹി, യൂസുഫിനോടും യൂസുഫിൻ്റെ സഹോദരനോടും അലൈഹിമസ്സലാത്തു വസ്സലാം നിങ്ങൾ മുമ്പ് ചെയ്തിരുന്നതിനെക്കുറിച്ച് വല്ല ഓർമ്മയും നിങ്ങൾക്കുണ്ടോ? ഹൽ അലിംതും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന അർത്ഥത്തിലാണ്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മാ ഫഅൽതും ബി യൂസുഫ വ അഖീഹി, യൂസുഫിനോടും അവൻ്റെ സഹോദരൻ ബിന്യാമീനോടും നിങ്ങൾ ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇദ് അൻതും ജാഹിലൂൻ, നിങ്ങൾ ജാഹിലുകളായിരുന്ന സന്ദർഭത്തിൽ. ജാഹിൽ എന്ന് പറഞ്ഞാൽ ജഹാലത്തുള്ള അവസ്ഥക്കാണ് ജാഹിൽ എന്ന് പറയാം. ജഹില എന്ന് പറഞ്ഞാൽ അറിവുകേട് കാണിക്കുക, അഖ്തഅ തെറ്റു സംഭവിക്കുക. ജഹാലത്ത് എന്ന വാക്ക് നാം മുമ്പ് വിശദീകരിച്ചിരുന്നു, ഇതേ അധ്യായത്തിൽ തന്നെ നാം വിശദീകരിച്ചിരുന്നു. ജഹാലത്ത് എന്ന് പറഞ്ഞാൽ വിഡ്ഢി എന്നുള്ള അർത്ഥമല്ല എപ്പോഴും. അറബി ഭാഷയിൽ ജഹാലത്ത് എന്ന് പറഞ്ഞാൽ ഖതഉൻ, അബദ്ധം എന്നാണ്. അതുകൊണ്ടാണ് അമ്പിയാക്കൾ വരെ അള്ളാഹുവിനോട് ദുആ ചെയ്തത്, അള്ളാഹുവേ അഊദു ബിക, ഞാൻ നിന്നിൽ അഭയം തേടുന്നു ജഹാലത്ത് പറയുന്നതിൽ നിന്ന് എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തിട്ടുണ്ട്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തിട്ടുണ്ട്.
ഇന്നി അഇദുക അൻ തകൂന മിനൽ ജാഹിലീൻ, ജാഹിലുകളിൽ പെട്ടുപോകരുതെന്ന് ഞാൻ ഉപദേശിക്കുന്നു എന്ന് അള്ളാഹു പ്രവാചകന്മാരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജഹാലത്ത് എന്ന് പറഞ്ഞാൽ അബദ്ധം, ഖതഅ് എന്ന അർത്ഥമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അൻതും ജാഹിലൂൻ, നിങ്ങൾ ജാഹിലുകളായിരുന്ന, അഥവാ നിങ്ങൾ തെറ്റുകൾ ചെയ്തുകൊണ്ടിരുന്ന, അബദ്ധം ചെയ്തുകൊണ്ടിരുന്ന, വിവരക്കേട് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ യൂസുഫിനോടും അവൻ്റെ സഹോദരനോടും ചെയ്തതിനെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങോട്ട് ചോദിക്കുകയാണ്. ഞാനാണ് യൂസുഫ് എന്ന് പറയാതെ ഒരു എൻട്രി, ആ കഥയിലേക്ക് ഒരു എൻട്രി കൊടുക്കുകയാണ്. ഹൽ അലിംതും മാ ഫഅൽതും ബി യൂസുഫ വാഖി ഇത് അൻതും ജാഹിലൂൻ. മാത്രമല്ല അവിടെ വേണമെങ്കിൽ ഈ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമൊക്കെ കടുത്ത വാക്കുകൾ ഉപയോഗിക്കാം. പക്ഷേ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ സഹോദരന്മാർക്ക് നിരുപാധികം മാപ്പ് കൊടുക്കാൻ നേരത്തെ തന്നെ നിയ്യത്താക്കിയത് കൊണ്ടാണ് ഈ വേർഡ് അവിടെ ഉപയോഗിച്ചത് എന്നാണ്. കാരണം ഇത് അൻതും ജാഹിലൂൻ, നിങ്ങളപ്പോൾ അറിവില്ലാത്തവരായിരുന്നു. നോക്കൂ നിങ്ങൾ, എന്തൊരു വിശാലതയാണ്, എന്തൊരു വിശാലതയാണ്. നിങ്ങൾ അറിവില്ലാത്തവരായിരുന്നല്ലോ, അതുകൊണ്ട് പറ്റിപ്പോയതാണ്, അതുകൊണ്ട് സംഭവിച്ചതാണ് എന്നുള്ള നിലക്ക് അവർക്ക് ഉദ്ർ അംഗീകരിച്ച് കൊടുക്കുകയാണ് ആര്? യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹായം ലഭിക്കുമെന്ന് വിചാരിച്ച് ത്വായിഫിലേക്ക് പോവുകയും തൻ്റെ കുടുംബക്കാരായ ആളുകൾ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുമെന്ന് വിചാരിച്ചപ്പോൾ മക്കയിലുള്ള ആളുകളെക്കാൾ മോശമായി പെരുമാറി ത്വായിഫിലുള്ളവർ. അങ്ങാടിയിലുണ്ടായിരുന്ന ചെറിയ പിള്ളേരുടെ കൈകളിൽ കല്ലുകൾ കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എറിയാൻ വേണ്ടി ഏൽപ്പിച്ചു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലുകളിലും മറ്റും ഏറുകൊണ്ടു രക്തമൊഴുകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടായിരുന്ന ഒരു തോട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ ചെന്ന് അഭയം തേടി അവിടെ ഇരുന്നു. മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയും വന്നുകൊണ്ട് പറഞ്ഞു, ത്വായിഫിലെ ഈ രണ്ട് പർവ്വതങ്ങൾക്കിടയിൽ ഈ സമൂഹത്തെ ഞെരിക്കാൻ ഞങ്ങൾക്ക് അനുവാദം കിട്ടിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ അനുവാദം കിട്ടിയാൽ മാത്രം ചെയ്താൽ മതി എന്നാണ് ഓർഡർ. എന്താണ് ഇവരെ ചെയ്യേണ്ടത്? എന്താണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അല്ലാഹുവേ, നീ ഇവർക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ, ഇവർ അറിവില്ലാത്തവരാണ്, അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ്, ജഹാലത്ത് കൊണ്ട് ചെയ്തതാണ്, വിവരക്കേട് കൊണ്ട് ചെയ്തതാണ്. പടച്ചോനെ നീ പുറത്തു കൊടുക്ക് റബ്ബേ. ആ വിശാലത അതാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയും. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അവർക്ക് ഉദർ അങ്ങോട്ട് അനുവദിച്ചു കൊടുക്കണം. അവർ പറഞ്ഞിട്ടില്ല ഞങ്ങൾ അറിയാതെ പറ്റിപ്പോയതാണ് എന്ന് അവർ പിന്നീട് പറയുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ മുമ്പേ അവരെ മറികടന്നുകൊണ്ട് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, അറിവില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് അബദ്ധം പറ്റിയിരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ യൂസുഫിനോടും സഹോദരൻ ബിന്യാമീനോടും ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഖാല ഹൽ അലിംതും മാ ഫഅൽതും ബി യൂസുഫ വ അഖീഹി ഇദ് അൻതും ജാഹിലൂൻ. നിങ്ങൾ അറിവില്ലാതെ ചെയ്തു പോയപ്പോൾ. അപ്പോൾ അവർക്ക് ഒരു ക്ലൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരാളെ ചിലപ്പോൾ ഒറ്റ നോട്ടത്തിലോ രണ്ട് നോട്ടത്തിലോ മുമ്പ് പരിചയമുള്ള ആളുകളെ പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയില്ല. പ്രായം ഒരുപാട് വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് കാണുന്നതെങ്കിൽ മനസ്സിലാവില്ല. പക്ഷേ ഒരു അടയാളം പറഞ്ഞാൽ നമ്മുടെ മെമ്മറിയിലേക്ക് വരും. ആ നിലക്കാണ് അള്ളാഹു നമ്മളുടെ മെമ്മറിയെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ഇത് ചോദിച്ചപ്പോൾ ആ മുഖത്ത് നിന്നവർ വായിച്ചെടുത്തു, ഇത് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും താമസമില്ലാതെ അവർ ചോദിച്ചു. ഖാലൂ, അവർ പറഞ്ഞു, അഇന്നക, താങ്കളാണോ, ല അൻത, താങ്കൾ തന്നെയാണോ യൂസുഫ്? അതാണ് ഖാലൂ അഇന്നക ല അഇന്നക യൂസുഫ്, അല്ല ല അഇൻ ഖാലൂ അഇന്നക ല അൻത യൂസുഫ്. സിയാദത്തായ വേർഡുകളാണ്. അഥവാ താങ്കൾ തന്നെയാണോ യൂസുഫ്? ഈ പറഞ്ഞ യൂസുഫ് എന്ന് മൂന്നാം കക്ഷിയെ പറയുന്നത് പോലെ പറഞ്ഞല്ലോ, അത് യഥാർത്ഥത്തിൽ നിങ്ങൾ തന്നെയാണോ? അഇന്നക ല അൻത യൂസുഫ്, താങ്കളാണോ യൂസുഫ്? ഖാല, അപ്പോൾ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അന യൂസുഫു വഹാദ അഖീ, ഞാൻ യൂസുഫാണ്, ഇതെൻ്റെ ഉമ്മ വഴിക്കുള്ള സഹോദരൻ, എൻ്റെ സഹോദരൻ ബിന്യാമീനാണ്, ഇതെൻ്റെ സഹോദരനാണ്. വഹാദ അഖീ ഖദ് മന്നല്ലാഹു അലൈനാ, അള്ളാഹു ഞങ്ങളോട് വലിയ ഔദാര്യം കാണിച്ചിരിക്കുന്നു. മന്ന യമന്നു യമുന്നു മന്നൻ, മിന്നത്ത് എന്ന് പറഞ്ഞ ഔദാര്യം. ഖദ് മന്നല്ലാഹു അലൈന, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളോട് ഔദാര്യം കാണിച്ചിരിക്കുന്നു. ഇന്നഹു, നിശ്ചയമായും, മൻ യത്തഖി, ആരാണോ തഖ്വയോടുകൂടി ജീവിക്കുന്നത്, ഇത്തഖാ യത്തഖി ഇത്തിഖാഅൻ,
ആരാണോ തഖ്വയോടുകൂടി ജീവിക്കുന്നത്, വയസ്ബിർ, ആരാണോ ക്ഷമ അവലംബിക്കുന്നത്, സബറ യസ്ബിറു സബറൻ, ഫഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വതആല ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ, സുഹൃതവാന്മാരുടെ പ്രതിഫലത്തെ അല്ലാഹു കുറച്ച് കളയുകയില്ല. മുഹ്സിനുകളുടെ, ഇഹ്സാനിൻ്റെ ആളുകളുടെ പ്രതിഫലം അല്ലാഹു നഷ്ടപ്പെടുത്തൂല. ഈ ആയത്ത് വളരെ ഗംഭീരമായ മറ്റൊരായത്താണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ വേർഡിൽ ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്കുണ്ട്. നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ബാക്കി കൂടിയാണ് ഈ ആയത്ത് എന്ന് പറയാം. എന്താണ് ഇവിടെ അദ്ദേഹം പറയുന്നത്? ഖാലു അഇന്നക ലഅൻത യൂസുഫ്, താങ്കളാണോ യൂസുഫ് എന്ന് ചോദിച്ചപ്പോൾ ഖാല അന യൂസുഫ് വഹാദ അഖി, ഞാൻ യൂസുഫാണ്, ഇത് എൻ്റെ സഹോദരനാണ്. പിന്നെ പറയുന്ന വേർഡ് നിങ്ങൾ നോക്കൂ, ഖദ് മന്നല്ലാഹു അലൈനാ, അല്ലാഹു സുബ്ഹാനഹു വതആല ഞങ്ങളോട് റഹ്മത്ത് കാണിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ആർക്ക് പറയാൻ പറ്റും? ഒരു പനി വരുമ്പോഴേക്ക് റഹ്മാനായ റബ്ബിനെ പഴിക്കുന്നവരാണ് മനുഷ്യന്മാർ. കച്ചവടത്തിൽ ഒരു ചെറിയ ലാഭക്കുറവ് കാണുമ്പോഴേക്ക് എന്താ അല്ലാഹു എന്ന് ചോദിക്കുന്നവരാണ്. ഈമാനും ദീനുമൊക്കെ വിട്ടുപോകുന്നവരാണ്. പതിറ്റാണ്ടുകളുടെ ക്ഷമ, കടുത്ത പരീക്ഷണങ്ങൾ, സ്വന്തം സഹോദരന്മാർ കിണറിലേക്ക് വലിച്ചെറിഞ്ഞു. ആ കുഞ്ഞനുജൻ നോക്കി നിൽക്കെ കുപ്പായം വലിച്ചൂരിയെടുത്തു എന്നാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അപ്പോഴേ അറിയാമായിരുന്നു ഇതൊരു തന്ത്രത്തിനാണ് ആ കുപ്പായം എടുക്കുന്നത്. അത് പിന്നീടുള്ള വേർഡിൽ വരുന്നുണ്ടത്. എൻ്റെ കുപ്പായം എടുക്കുന്നത് അതിൽ രക്തം പുരട്ടിയിട്ട് എൻ്റെ ഉപ്പയെ പറ്റിക്കാനാണ് എന്നറിയാം. അവിടെ നിന്ന് തുടങ്ങി പിന്നീട് കൊട്ടാരത്തിൽ, പിന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റു പരീക്ഷണങ്ങൾ, പിന്നെ ഒരുപാട് കാലം ജയിലിൽ, ഇതെല്ലാം ഉണ്ടായിട്ടും പറയുന്ന വേർഡ് നോക്കൂ നിങ്ങൾ, അല്ലാഹു അക്ബർ. ഖദ് മന്നല്ലാഹു അലൈനാ, അല്ലാഹു ഞങ്ങളോട് റഹ്മത്ത് കാണിച്ചിരിക്കുന്നു. വീണ്ടും ശേഷമുള്ള ചില ആയത്തുകളിൽ വേറെയും വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടെ നമുക്കത് വിശദീകരിക്കാം. അങ്ങനെ പറയാൻ പറ്റണമെങ്കിൽ ഈമാനിൻ്റെ, ഇഖ്ലാസിൻ്റെ അല്ല, ജീവിത ലക്ഷ്യത്തിൻ്റെ, ജീവിത യാഥാർത്ഥ്യത്തിൻ്റെ അകംപൊരുളിലേക്ക് ഈമാൻ കൊണ്ട്, ഇഖ്ലാസ് കൊണ്ട് കടന്നവർക്കല്ലാതെ അങ്ങനെ പറയാൻ കഴിയില്ല. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ ആളുകൾ പരീക്ഷണങ്ങൾ വരുമ്പോൾ ആഹ്ലാദിക്കുമെന്നാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടുത്ത പനി പിടിച്ച് കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, അള്ളാഹുവിൻ്റെ റസൂല് ഒന്നിലധികം പുതപ്പുകൾ ഇട്ടിട്ട് ആ പുതപ്പിൻ്റെ മേലേക്ക് ചൂട് ഉണ്ടായിട്ട് കൈവച്ചിട്ട് സഹാബി കൈവലിക്കുകയാണ്. അത്രക്ക് ചൂട്. അള്ളാഹുവിൻ്റെ റസൂല് എന്തൊരു പനിയാണ് നിങ്ങൾക്കെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞങ്ങൾ അമ്പിയാക്കൾക്ക് പരീക്ഷണങ്ങൾ കൂടും, പക്ഷേ നിങ്ങളിൽ ഒരാൾക്ക് റഹ്മത്ത് ലഭിക്കുമ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുന്നില്ലേ? സമ്പത്ത് ലഭിക്കുമ്പോൾ അതിനേക്കാൾ സന്തോഷമാണ് ഞങ്ങൾക്ക് പരീക്ഷണങ്ങൾ വരുമ്പോൾ. അതിനെ റഹ്മത്തായിട്ടാണ് അവർ കരുതുന്നത്. ജീവിതത്തിലെ പരീക്ഷണങ്ങൾ റഹ്മത്താണ് വിശ്വാസികൾക്ക്. അള്ളാഹുവിൻ്റെ റസൂൽ അതല്ലേ പറഞ്ഞത്, അജബൽ ലി അംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ. ഒരു മുഅ്മിനിൻ്റെ കാര്യം മഹാ അത്ഭുതമാണ്, അവൻ്റെ എല്ലാ കാര്യങ്ങളും അവന് ഖൈറാണ്. ഇൻ അസാബതുഹു സറാഉ ശകറ ഫഹുവ ഖൈറുല്ല വ ഇൻ അസാബതുഹു ളറാഅ സബറ ഫഹുവ ഖൈറുല്ല. ഒരു സന്തോഷം ഉണ്ടായാൽ നന്ദി കാണിക്കും, അത് ഖൈറാണ്. ഒരു പ്രയാസം ഉണ്ടായാൽ ക്ഷമിക്കും, അതും ഖൈറാണ്. വലൈസ ദാക ഇല്ലാ ലിമുഅ്മിനിൻ, ഒരു വിശ്വാസിക്കല്ലാതെ ഇങ്ങനൊരവസ്ഥയില്ല എന്നാണ്. ഒരു നിരീശ്വരവാദിക്കും ഈ ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഒരു ബഹുദൈവാരാധകന് ഇങ്ങനൊരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. കറകളഞ്ഞ മുവഹിദുകൾക്കല്ലാതെ ഇത്തരമൊരവസ്ഥയിലേക്ക് എത്തിപ്പെടാനേ കഴിയില്ല. അത്രയ്ക്ക് ഗംഭീരമായൊരു ജീവിതമായിരിക്കും അത്. അതുകൊണ്ടാണ് ഈ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിട്ടും പറയുന്നത്, ഖദ് മന്നല്ലാഹു അലൈനാ, അള്ളാഹു ഞങ്ങളോട് റഹ്മത്ത് കാണിച്ചിരിക്കുന്നു. റഹ്മത്ത് കാണിച്ചിരിക്കുന്നു, വമ്പിച്ച അനുഗ്രഹത്തിലാണ് ഞങ്ങൾ എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പിന്നീട് പറഞ്ഞ വേർഡ്, ഈ വേർഡ് ഒരു മുസ്ലിമിന് ജീവിതത്തിലുടനീളം രക്ഷ നൽകുന്ന രണ്ടാദർശമാണ്. ഇത് ഖുർആൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ഉദാഹരണം ഞാൻ പറയാം. എന്താ പറഞ്ഞത്? ഇന്നഹു മൻ യത്തഖി വയസ്ബിർ, ആരാണോ തഖ്വ കൈവിടാതിരിക്കുകയും ക്ഷമ അവലംബിക്കുകയും ചെയ്യുന്നത്. അവിടെ മഹാനായ അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇവിടെ യത്തഖി, തഖ്വ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുക. ഏതവസ്ഥയിലും, കഷ്ടപ്പാടാകട്ടെ സന്തോഷമാകട്ടെ, റബ്ബ് കൽപ്പിച്ചതൊക്കെ കൊണ്ടുവരികയും അള്ളാഹു നിഷിദ്ധമാക്കിയതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയും ചെയ്യുക. പലപ്പോഴും മനുഷ്യ സമൂഹത്തിന് അബദ്ധം പറ്റുന്നത് ഇവിടെയാണ്. ചിലർ സന്തോഷം വന്നാൽ അള്ളാഹുവിനെ മറക്കും, വേറെ ചില ആളുകൾ സങ്കടം വന്നാൽ അള്ളാഹുവിനെ മറക്കും, പരീക്ഷണങ്ങൾ വന്നാൽ അള്ളാഹുവിനെ മറക്കും. എന്നാൽ പരീക്ഷണത്തിലും സന്തോഷത്തിലും ഒരേപോലെ തഖ്വ കൈവിടാതെ സൂക്ഷിക്കലാണ് അള്ളാഹു മനുഷ്യനിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ഇതുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയാണ് പരീക്ഷണം പോലും. എന്ത്? പരീക്ഷണത്തിൽ ക്ഷമയുണ്ടോ? അതാണ് ഇന്നഹു മയത്തഖി. രണ്ടാമത്തത് വയസ്ബിർ, ക്ഷമ അവലംബിക്കണം. കാരണം അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്നതിന് വമ്പിച്ച ക്ഷമ വേണം. കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാനും വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും ക്ഷമ വേണം. അതിനു പുറമെയുള്ള കടുത്ത പരീക്ഷണങ്ങൾ, ശരീരത്തിൽ, സമ്പത്തിൽ, കൃഷിയിൽ, മക്കളിൽ, ഇണകളിൽ പരീക്ഷണങ്ങളുണ്ടാകും. എന്തു വേണം? വയസ്ബിർ, ക്ഷമിക്കണം. ഇങ്ങനെ ചെയ്താൽ സുഹൃതവാന്മാരുടെ ആ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല കുറച്ച് കളയുകയില്ല. ഒട്ടും കുറഞ്ഞു പോവാതെ അവർക്ക് അല്ലാഹു നിഅമത്തുകൾ നൽകുന്നതാണ് ഇരു ലോകത്തും. സൂറത്തു ആലി ഇമ്രാനിലെ 186. അപ്പോൾ പല ആളുകളും ചോദിക്കുന്നു, ആ രാജ്യങ്ങളിൽ പരീക്ഷണം, ഈ രാജ്യങ്ങളിൽ പരീക്ഷണം, എവിടെ നോക്കിയാലും മുസ്ലിമീങ്ങൾക്ക് പീഡനങ്ങൾ, എന്തൊക്കെ പ്രശ്നങ്ങളാണ്, എന്താണ് ഇതിൻ്റെ രഹസ്യം? ഈ പീഡനങ്ങൾ ആരുടെ തീരുമാനപ്രകാരമാണ്? അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് എല്ലാം നടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന നോക്കൂ, സൂറത്തു ആലി ഇമ്രാൻ 186, ലതുബ്ലവുന്ന ഫീ അംവാലികും വ അൻഫുസികും. നിങ്ങളുടെ ധനത്തിലും നിങ്ങളുടെ സമ്പത്തിലും നിങ്ങൾ കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടും. ഉറപ്പിച്ച് പറയാണ്, ലതുബ്ലവുന്ന, അത് അല്ലാഹു ഖദറാക്കിയതാണ്. വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വമിനല്ലദീന അശ്റകൂ അദൻ കസീറ. നോട്ട് ചെയ്യൂ, വേദക്കാരിൽ നിന്നും മുശ്രിക്കുകളിൽ നിന്നും ഒരുപാട് ഉപദ്രവങ്ങൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. തസ്മഉൻ, ഉപദ്രവം കേൾക്കുക എന്ന് പറയുന്നത്, സാധാരണ ഉപദ്രവം ശരീരത്തിനല്ലേ വേണ്ടത്, ഉപദ്രവം കേൾക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളെക്കുറിച്ച് പറയാനൊന്നും ബാക്കി വെക്കൂല. മുസ്ലിമീങ്ങളെക്കുറിച്ച് പറയാൻ സമൂഹം ഒന്നും ബാക്കി വെക്കാത്ത വിധം നിങ്ങളെ ആരോപണങ്ങൾ കൊണ്ട് പൊതിയും നിഷേധികൾ. ഹക്കല്ലേ? അത് ഹക്കാണ്. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? വഇൻ തസ്ബിറൂ വതത്തഖൂ, നിങ്ങൾ ക്ഷമിക്കുകയും തഖ്വയോടുകൂടി ജീവിക്കുകയും ചെയ്താൽ, ക്ഷമ അവലംബിക്കൂ. നിങ്ങൾ അവർ ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ തഖ്വ മുറുകെ പിടിക്കണം, ക്ഷമ അവലംബിക്കണം. അങ്ങനെയാണെങ്കിൽ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, തൻ്റെ ഇടമുള്ള ആളുകളുടെ വഴിയാണത്, തൻ്റേടികളുടെ വഴിയാണത്, തൻ്റെ ഇടത്തിൻ്റെ നിലപാടാണത്. തഖ്വയും ക്ഷമയും കൈമുതലായി സ്വീകരിച്ചാൽ നിങ്ങളെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും ഒരു പ്രശ്നവും വരാനില്ല. ആര് നിങ്ങളെ എന്തൊക്കെ ചെയ്താലും ഒരു പ്രശ്നവും നിങ്ങൾക്ക് വരാനില്ല. അതാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത്, ഇന്നഹു മയത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ. തഖ്വയുണ്ടോ, ക്ഷമയുണ്ടോ, അതാണ് ഇഹ്സാൻ. അവരുടെ പ്രതിഫലം കുറഞ്ഞു പോവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നേതാക്കളാക്കി മാറ്റുന്നതുമാണ്. ഇൻഷാ അല്ലാഹ് മറ്റു ഭാഗങ്ങൾ അടുത്ത ദർസിൽ നമുക്ക് വിശദീകരിക്കാം. ചുരുക്കത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ് മാ കാന ഹദീസൻ യുഫ്തറാ. ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക്, ആലോചിക്കുന്ന മനുഷ്യന്മാർക്ക് ഇവിടെ വിവരിക്കപ്പെട്ട കഥയിൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. ഇതൊരിക്കലും കെട്ടിച്ചമയ്ക്കപ്പെട്ട വാർത്തയല്ല. അള്ളാഹു പറയാണ്, ഒരിക്കലും കെട്ടിച്ചമയ്ക്കപ്പെട്ട വാർത്തയല്ല. പൂർവ്വവേദങ്ങളെ സത്യപ്പെടുത്തുന്നതും മാർഗദർശനവും കാരുണ്യവും എല്ലാ കാര്യങ്ങൾക്കുമുള്ള തഫ്സീലുമായി കൊണ്ട് അവതരിപ്പിക്കപ്പെട്ട അതുല്യമായ ഗ്രന്ഥമാണിത്. ഈ ഗ്രന്ഥത്തെ മുറുകെ പിടിക്കുന്ന ആളുകൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല. അള്ളാഹുവിൽ നിന്നുള്ള മാർഗദർശനമാണിത്. ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹുവിൽ നിന്ന് വന്ന ഈ മാർഗദർശനത്തെ ആരാണോ മുറുകെ പിടിക്കുന്നത്, പേടിക്കണ്ട, സങ്കടപ്പെടണ്ട. പരിശുദ്ധ ഖുർആൻ പഠിക്കൂ. അതിൻ്റെ ഉള്ളടക്കത്തെ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ ഇൻഷാ അള്ളാഹ് സങ്കടത്തിന് പ്രസക്തിയില്ല, ഭയപ്പാടിന് പ്രസക്തിയില്ല. ഇരുലോകത്തും വിജയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം വരെ പരിശുദ്ധ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. പരിശുദ്ധ ഖുർആനിൻ്റെ ഉള്ളടക്കമനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവൻ്റെ ഉന്നതമായ സ്വർഗ്ഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഖബറിലെ ശിക്ഷയിൽ നിന്നും
നരകശിക്ഷയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ സന്താനങ്ങളിലും നമ്മുടെ സമ്പത്തിലും നമ്മുടെ ഇണകളിലും നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ ജോലികളിലും നമ്മുടെ അമലുകളിലും നമ്മുടെ ആയുസ്സിലും നമ്മുടെ ആരോഗ്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാതരം ഷർറുകളിൽ നിന്നും ഫിത്നകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നൽകിയ ആയുസ്സിനെ, സമയത്തെ നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. നാഫിയായ ഇൽമ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ആ ഇൽമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖും അല്ലാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിവ് പഠിക്കുന്ന, ഖുർആൻ പഠിക്കുന്ന ഈ മഹത്തായ മജ്ലിസിൻ്റെ നന്മകൾ, ബറക്കത്തുകൾ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഈ ഒരു വമ്പിച്ച നിഅമത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.